നമസ്കാരം. നാളിതുവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻസ് നൽകിയിരുന്നത് ഗുഡ് സർവീസ് എൻട്രി അഥവാ മാതൃകാപരമായിട്ടുള്ള സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന നിലയിലെല്ലാമായിരുന്നു. എന്നാൽ പിണറായി സർക്കാർ ഭരണം ഏറ്റെടുത്തതിന് പിന്നീട് അങ്ങോട്ട് ഈ കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. പ്രൊമോഷൻസ് കിട്ടാൻ നല്ല പിള്ള ആയി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജോലി ചെയ്യണമെന്ന് തന്നെ നിർബന്ധമില്ല. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് പിണറായി സഖാവിനും മറ്റ് അന്തംകമ്മികൾക്കും വേണ്ടി ഏത് നെറുകേടിനും കൂട്ടുനിൽക്കുക, അല്ലെങ്കിലും ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാലും അത് കണ്ണടച്ച് മിണ്ടാതിരിക്കുക. അത് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് പ്രൊമോഷൻസ് മുഖ്യമന്ത്രി ഉറപ്പായി നൽകിയിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുൻ SFI നേതാവ് നിഖിൽ തോമസ് ഉൾപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ അച്ചടക്ക നടപടി നേരിട്ട അധ്യാപകന് പ്രിൻസിപ്പലിന്റെ ചുമതല നൽകാൻ തീരുമാനമാകുന്നു എന്നതാണ് റിപ്പോർട്ട്. MSM കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹയ്ക്ക് വീണ്ടും ചുമതല നൽകാനുള്ള തീരുമാനങ്ങളെല്ലാം ആകുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. ഡോക്ടർ മുഹമ്മദ് താഹയ്ക്ക് പ്രിൻസിപ്പലിന്റെ പൂർണ്ണ ചുമതല നൽകുന്ന ഫയൽ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ഉപസമിതി ഫയലിന് അംഗീകാരം നൽകുകയും ചെയ്തു. കായംകുളം MSM കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന നിഖിൽ തോമസ്, അതായത് സഖാവ് നിഖിൽ തോമസ്, പരീക്ഷ ജയിക്കാതെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായാണ് കോളേജിലേക്ക് എത്തിയത്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. നിഖിൽ തോമസ് ഹാജരാക്കിയ ഛത്തീസ്ഗഡ് കലിംഗ സർവകലാശാല രേഖകൾ വ്യാജമാണെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലറും കലിംഗ സർവകലാശാല രജിസ്ട്രാറും MSM കോളേജ് പ്രിൻസിപ്പളും പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി. സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നാലെ മുഹമ്മദ് താഹ അടക്കമുള്ള നിരവധി പേരെ അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. ആ ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ വീണ്ടും പ്രിൻസിപ്പലായി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എന്നുവച്ചാൽ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജഭരണമാണ് നടത്തുന്നതെന്ന് ചുരുക്കം വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം വിചാരിക്കുന്നത് മാത്രമാണ് നടക്കുന്നത്. ഇതിനു മുമ്പും ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടക്കാരെ അവരുടെ അർഹത നോക്കാതെ പോലും വാനോളം ഉയർത്തുന്ന ഒരു രീതിയാണ് സർക്കാർ ഇപ്പോൾ തുടരുന്നത്. ഒന്നുകിൽ തന്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു പറയാതിരിക്കാൻ, അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ചെയ്ത കള്ളത്തരത്തിനുള്ള പ്രതിഫലം, അത്തരത്തിലെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെ പലരെയും ഇഷ്ടക്കാരെ അവരുടെ ആഗ്രഹാനുസരണമുള്ള പ്രൊമോഷൻസും മറ്റു ഉന്നത തലത്തിലേക്കുള്ള നിയമനങ്ങളെല്ലാം നടത്തുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ KM എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകി എന്നൊരു വാർത്ത നാം കണ്ടത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ എന്ന് സംഭവിച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമാകും. അതായത് കിഫ്ബി കേസിലും ലാവ്ലിൻ കേസിലുമെല്ലാം പിണറായി വിജയന് സ്വാഗതാർഹതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ പ്രതിഫലമായിട്ടായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു നിയമനം നൽകിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇഷ്ടക്കാർക്ക് വേണ്ടി നൽകുന്ന ഓരോ സംവിധാനങ്ങളാണ് ഇന്ന് നൽകുന്ന പ്രൊമോഷൻസ് എന്ന് എല്ലാം ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്.